ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു സെക്കൻഡ് ഹാൻഡ് ആപ്പ് ഓട്ടോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ആപ്പ് ഓട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയതും എനിക്കറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനപ്പുറം വണ്ടീനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഓട്ടോ എടുക്കുന്ന ആളാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറഞ്ഞതൊരു 6 മാസമെങ്കിലും ഓടാനുള്ള പേപ്പറുള്ള വണ്ടി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ നമുക്ക് വണ്ടി ഓടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പേപ്പറാണ് വേണ്ടതെന്ന് പറഞ്ഞുതരാം. എല്ലാ വണ്ടീനെ പോലെ തന്നെ RC വേണം, ഇൻഷുറൻസ് വേണം, ടാക്സ് വേണം. ടാക്സി വണ്ടിക്ക് ടാക്സിന് പുറമെ നമ്മൾ ക്ഷേമനിധി കൂടി അടയ്ക്കണം. ആ ക്ഷേമനിധിൻ്റെ പേപ്പറും ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ ഈ ക്ഷേമനിധിൻ്റെ പേപ്പറിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1 വർഷം ക്ഷേമനിധി അടച്ചിട്ട് 5 വർഷം വേണമെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കാം. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പം അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ടാക്സ് എത്ര വർഷത്തേക്കാണ് അടച്ചേക്കുന്നത് നോക്കുക. അതിനോടൊപ്പം തന്നെ ക്ഷേമനിധിൻ്റെ പേപ്പറും ക്ലിയർ ആണോ എന്ന് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 5 വർഷം അടച്ചതാണ്, നിങ്ങൾ എടുക്കുന്ന ആ വർഷം ഈ ടാക്സിൻ്റെ കാലാവധി തീരാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ 5 വർഷത്തെ ക്ഷേമനിധി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതും ഒന്ന് നോക്കി വെക്കുക. പിന്നെ വേണ്ടത് CFൻ്റെ പേപ്പർ, പിന്നെ ഹാൾട്ടിംഗ് പ്ലേസ്, അതായത് പെർമിറ്റ്. ഈ പെർമിറ്റിൻ്റെ പേപ്പറും ക്ലിയർ ആയിരിക്കണം. ഈ പെർമിറ്റൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് RC മാറുന്ന സമയത്ത് അതിന് ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ടാക്സ് തെറ്റിയാലും ഫൈൻ അടയ്ക്കേണ്ടി വരും. പിന്നെ ഫെയർ മീറ്ററിൻ്റെ പേപ്പർ ക്ലിയർ ആണോ നോക്കുക. അത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, ഡേറ്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനും ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. പിന്നെ നോക്കേണ്ടത് RCയിൽ ലോൺ ഉണ്ടോ നോക്കുക. ഇപ്പം RCയിൽ ലോൺ ഉണ്ടെങ്കിലും അത് അടച്ച് തീർത്തതാണെങ്കിലും ഒരു പക്ഷേ RCയിൽ ലോൺ കാണാനുള്ള സാധ്യതയുണ്ട്. ആ ബാങ്കിൻ്റെ പേര് കാണാം. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ RCയുടെ ബാക്കിൽ RT ഓഫീസിൽ നിന്ന് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ RC മാറാൻ സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആ ലോൺ ഇട്ട കമ്പനീൻ്റെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ NOC അതിനോടൊപ്പം ഉണ്ടോ നോക്കുക. അങ്ങനെ NOC ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ RC നിങ്ങൾക്ക് മാറാൻ പറ്റും. ഇനി അതല്ല, ഈ സ്റ്റിക്കറും ഇല്ല, ഈ NOCയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലിയറൻസ് കിട്ടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറാൻ പറ്റില്ല. ഇത്രയും പേപ്പറുകളെല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി നോക്കാവുന്നതാണ്. ഇതിപ്പോൾ 2011 മോഡൽ വണ്ടിയാണ്. ഞാനിത് സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വണ്ടീൻ്റെ 4 ഭാഗത്തു നിന്നും ബോഡി ഷേപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കുക. ഇതിപ്പോൾ നിങ്ങൾ ഈ വണ്ടി കാണുന്നില്ലേ, ഇത് വലിയ കുഴപ്പമില്ല. ഒറ്റ നോട്ടത്തിൽ വലിയൊരു മോശം പറയാത്ത ഒരു ബോഡി ഷേപ്പ് ഉണ്ട്. നമ്മളെ ഫസ്റ്റ് ലുക്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. നല്ലൊരു തട്ടൊക്കെ കുടുങ്ങിയ വണ്ടിയാണെങ്കിൽ എന്തായാലും ബോഡി ഷേപ്പിൽ ചെറിയ വ്യത്യാസങ്ങൾ, ഗ്ലാസ് ഫ്രെയിമിൻ്റെ അടുത്തായിട്ടും താഴെയായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ല. മേലെയും താഴെയൊക്കെ നല്ല ഷേപ്പ് വരുന്നുണ്ട്. എവിടെയും ചളുക്കും കാര്യങ്ങളൊന്നും അങ്ങനെ കാണാനില്ല. കണ്ടില്ലേ, ബാക്കിൽ നിന്നായാലും വലിയ കുഴപ്പമില്ല. ചില വണ്ടികൾക്ക് കാണാം ബാക്കിൽ മുകൾ ഭാഗമൊക്കെ ഒരു സൈഡിലേക്കൊക്കെ ചെറിയ ബെൻഡൊക്കെ ആയിട്ട്. ഞാൻ തന്നെ ഒരുപാട് വണ്ടികൾക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇതും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ബാക്കിലും നല്ല ബോഡി ഷേപ്പ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ബോഡി ഷേപ്പ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് 2011 മോഡൽ വണ്ടിയാണെന്ന്. ഇതിൻ്റെ ഗ്ലാസ്സിൽ 11 നമുക്ക് കാണാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഗ്ലാസ് മാറിയ വണ്ടി എടുക്കുന്നത് കുറച്ച് താല്പര്യക്കുറവാണ്. പക്ഷേ വേറൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ഒരു പക്ഷേ ബോഡി പണിയെടുക്കാൻ നേരത്തെ ചിലപ്പോൾ ഗ്ലാസ് അയച്ചു വെച്ചിട്ടായിരിക്കും പണിയെടുക്കുക. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഗ്ലാസ് പൊട്ടാം. പിന്നെ അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കാനൊക്കെ ചിലർ ഗ്ലാസ് അയക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും കൂടുതലായിട്ടും നല്ല ആക്സിഡൻറ്റ് വരുമ്പോഴാണ് ഗ്ലാസ് പൊട്ടാറ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ ഞാനത് പരമാവധി ഒഴിവാക്കും. അപ്പം ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ആദ്യം നമ്മൾ ബോഡി ഷേപ്പ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ, എന്തായാലും നല്ലൊരു ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ അതിന് ബോഡി ഷേപ്പിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് നോക്കുക. ബോഡി ഷേപ്പ് മോശമാണ്, അതിനോടൊപ്പം ഈ ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് വണ്ടി അത്യാവശ്യം നല്ലൊരു ആക്സിഡൻ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. പുറത്തുനിന്ന് ഗ്ലാസ് ഫ്രെയിം ഒന്ന് നോക്കാം. വലിയ കുഴപ്പമില്ലാത്ത ഗ്ലാസ് ഫ്രെയിമാണിത്. വലിയ തുരുമ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ വെച്ചാൽ 2011 മോഡലായതുകൊണ്ട് നമ്മൾ അത്ര ഇതൊന്നും ഗവനിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെയും ചെറുങ്ങനെ പൊട്ടിയിട്ട് കാണുന്നുണ്ട്. ഇനി ഇപ്പുറത്തേക്കും ഈ ഗ്ലാസ് ഫ്രെയിം നോക്കുമ്പം വലിയ ചളുക്കും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ ഒരു ലൈനിങ് ആണ് ഇവിടെ കാണുന്നത്. ഇത് പൊട്ടിയിട്ടതല്ല. ഇപ്പോൾ ഈ ഭാഗം വരെ നോക്കുവാണെങ്കിലും കണ്ടില്ലേ, എല്ലായിടത്തും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഗ്ലാസ് ഫ്രെയിമാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതൊന്ന് നോക്കുക, ഗ്ലാസ് ഫ്രെയിമൊക്കെ മൊത്തം തുരുമ്പെടുത്തിരിക്കുകയാണോ എന്നുള്ളത്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊന്നും വലിയ പ്രശ്നങ്ങളില്ല, നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വരുമ്പം
ഇവിടെ കുറച്ച് പൊട്ടിയിട്ടിട്ടുള്ളത് കാണാം. ഇതെവിടെയോ ഈ ഭാഗം ഇവിടെ എവിടെയോ തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയൊരു ഏരിയയിൽ എവിടെയോ തട്ടിയിട്ടുണ്ട്. ഇത് നല്ല പൊട്ടിയിട്ട് വെച്ച് കാണാം. അത് സാരമില്ല, അത് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടിഭാഗമൊക്കെ എപ്പോഴും തട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. മെയിനായിട്ടും നല്ല ഒരു അടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും വലിയൊരു പ്രശ്നങ്ങളൊന്നും കാണാനില്ല. പെയിൻ്റ് അടിച്ചതൊക്കെ ലേശം ഒലിച്ചിറങ്ങിയിരിപ്പുണ്ട്. നല്ല വൃത്തിയുള്ള പെയിൻ്റ് അടി ആയതുകൊണ്ടാണ് അതങ്ങനെ. അപ്പം അതൊന്നും ശ്രദ്ധിക്കുക. ഈ ഭാഗമൊന്നും വലിയൊരു പ്രശ്നം കാണിക്കുന്നില്ല. ഈ പെയിൻറ്റിൻ്റെ ഒരു ഇഷ്യൂസ് മാത്രമേ എനിക്ക് ഈ ഭാഗത്ത് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പം ഈ ഭാഗത്തായിട്ട് കുറച്ച് പുട്ടിയിട്ടിട്ട് ക്ലിയർ ആക്കി എടുത്തത് കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ സൈഡ് ചിലപ്പം തട്ടിയിട്ടുണ്ടാവാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ സമയം അടിയിലേക്ക് വരുമ്പം വലിയൊരു പ്രശ്നങ്ങൾ കാണുന്നില്ല. ഈ ഒരു ഭാഗം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചളുക്ക് പോലെ തോന്നിയത്. ഇതിപ്പോൾ ഈ ഒരു പീസ് നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ബോഡി പണി എടുക്കുമ്പോൾ താഴോട്ടൊരു പീസ് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗമാണ് നോക്കേണ്ടത്. കൂടുതലും വണ്ടികൾക്ക് ഇങ്ങനൊരു പീസ് വെക്കാൻ ചാൻസ് കുറവാണ്. പല സ്ഥലങ്ങളിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഉൾഭാഗം നോക്കുമ്പോൾ നോക്കാം. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡീൻ്റെ ഈ ഒരു ലൈനുകൾ കറക്റ്റാണോ നോക്കുക. ഇത് വല്ലാതെ പൊട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ബോഡി അത്യാവശ്യം വീക്കാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഒരു ലൈന് കുഴപ്പമില്ല, ഇവിടം വരെ കറക്റ്റായിട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ലൈനും കുഴപ്പമില്ല. ഇതിലൊരു പട്ട വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അത് ഈ ടൈപ്പ് ബോഡി പണീൻ്റെ ആയതുകൊണ്ടാണ്. ഈ ഒരു ലൈനും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു 3 ലൈനിങ്ങും കുഴപ്പമില്ല. ഈ മേലോട്ടുള്ള ലൈനിങ് ഒന്നും പ്രശ്നമില്ല, പുട്ടി കാണുന്നില്ല, പുട്ടിയിട്ട് ക്ലിയർ ആക്കിയതായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഈ അടിയിലേക്ക് വരുമ്പോഴുള്ള ഈ ഒരു കട്ടിങ്ങും വലിയൊരു പ്രശ്നം കാണുന്നില്ല. എങ്കിലും ചെറുതായിട്ട് പുട്ടിയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ ചെറുങ്ങനെ പുട്ടിയിട്ട് ക്ലിയർ ആക്കി കാണുന്നുണ്ട്. എങ്കിലും ഈ കട്ടിങ്ങൊക്കെ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ഈ കട്ടിങ്ങിലെല്ലാം പൊട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെ ബോഡി ഏതാണ്ട് പൂർണ്ണമായിട്ടും വീക്കാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കട്ടിങ് കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടിയിട്ട് കഴിഞ്ഞാൽ ആരും ഇത്ര ക്ലിയറായിട്ട് പണിയെടുത്ത് റെഡിയാക്കി വെക്കില്ല. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കുക. അപ്പം ചുറ്റും ബോഡി ഭാഗങ്ങളും ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാക്കിലേക്ക് വരികയാണെങ്കിലും ഈ ഡോറിൻ്റെ ആണെങ്കിലും കട്ടിങ്ങുകൾക്കൊന്നും വലിയ പ്രശ്നം സംഭവിച്ചിട്ടില്ല. ഇവിടെ വലിയൊരു പ്രശ്നം കാണാനില്ല. ഒന്നും പൊട്ടിയിട്ടിട്ട് അങ്ങനെ പണിയെടുത്തതായിട്ട് കാണാനില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ നോക്കാം. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിലും ഈ ലൈനുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇത് കണ്ടില്ല, അങ്ങ് വരെ ഇവിടെ ചെറിയൊരു പൊട്ടി കാണുന്നുണ്ട്. ഈ ലൈനുകൾക്കൊന്നും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ അപ്പർ സൈഡ് പറഞ്ഞ പോലെ തന്നെ ഈ കട്ടിങ്ങിൽ കൂടെ പൊട്ടിയിട്ടതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഉള്ളിൽ ഗ്ലാസ് ഫ്രെയിമിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പം ഇവിടെയൊക്കെ ചെറിയൊരു തുരുമ്പ് കാണാം. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു തുരുമ്പ് കാണുന്നുണ്ട്. അല്ലാതെ വലിയൊരു പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും വലിയൊരു പ്രശ്നങ്ങൾ എവിടെയും കാണാനില്ല. ഈ ഭാഗത്തായിട്ടും ചെറിയൊരു തുരുമ്പ് കാണാം, അല്ലാതെ വലിയ പ്രശ്നങ്ങളില്ല. ഇനി മേലോട്ട് പോകുമ്പം മേലെ വലിയൊരു സീനില്ല. പക്ഷേ ഇവിടെ എന്തോ ഒരു വെൽഡിങ് കാണുന്നുണ്ട്. ഇത് കമ്പനി വെൽഡിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചെറിയൊരു തുരുമ്പും കാണുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളൊന്ന് നോക്കാം. ഈ സൈഡിലേക്ക് വരുമ്പം അപ്പർ സൈഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇവിടെ കുറച്ച് കൂടുതൽ തുരുമ്പ് കാണുന്നുണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെ ഒരു വെൽഡിങ് കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം നിന്നിട്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തും കുറച്ച് തുരുമ്പുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം ഒന്ന് നോക്കാം. ഇതിപ്പം വലിയൊരു കുഴപ്പം കാണുന്നില്ല, എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിൽ തുരുമ്പ് കാണുന്നുണ്ട്. കണ്ടില്ലേ, വലിയൊരു പ്രശ്നം കാണുന്നില്ല. HIസിനൊന്നും തുരുമ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഉള്ളത്. ഇപ്പർ സൈഡിലേക്ക് വരികയാണെങ്കിലും പ്രശ്നങ്ങളില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബോഡീൻ്റെ ആ ഒരു ലൈനിങ് നോക്കുന്ന പോലെ തന്നെ ഈ ഉള്ളിലും ഈ ഒരു ലൈനിങ് കറക്റ്റാണോ എന്ന് നോക്കുക. ഇവിടെ ഓവറായിട്ട് പൊട്ടിയിട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഇതിന് എല്ലാ ലൈനുകളും കറക്റ്റായിട്ടാണുള്ളത്. ഇപ്പം വലിയൊരു തുരുമ്പിൻ്റെ പ്രശ്നം കാണുന്നില്ല, വലിയ പൊട്ടിയിട്ടതായിട്ട് കാണുന്നില്ല. ഇതിൻ്റെ ഉൾഭാഗമാണെങ്കിലും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇനി ഇപ്പുറ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും വലിയൊരു തുരുമ്പും കാര്യങ്ങളും കാണാനില്ല. ചെറിയ രീതിയിൽ ഇവിടെ ഒരു പൊട്ടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഈ ബോഡീൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഈ ഭാഗത്തും വലിയ പ്രശ്നമില്ല. ഇവിടെ ഒരു തുള കാണുന്നുണ്ട്. ഇത് ആംറസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇട്ട തുളയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ ഭാഗത്തെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിലും ഈ സൈഡിൽ കൂടെയൊക്കെ ചെറിയ തുരുമ്പ് കാണുന്നുണ്ട്. എന്നാലും വലിയൊരു പ്രശ്നമാണ് എന്ന് തോന്നുന്നില്ല. ബാക്കി ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഈ ഒരു കട്ടിങ് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കുറച്ച് ഒന്ന് മുഴച്ച് നിൽക്കുന്നത്, ഇത് നിർബന്ധമായിട്ട് നമുക്ക് വണ്ടിക്ക് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് വലത്തേക്ക് ഒടിവ് കുറയും. അപ്പം നല്ല അടിയൊക്കെ കുടുങ്ങിയിട്ട് ഒരുപക്ഷെ പണിയെടുക്കുന്ന സമയത്ത് ഈ സാധനം അങ്ങ് ഫ്ലാറ്റാക്കിയിട്ട് പണിയെടുക്കും. അങ്ങനെ ഞാനൊരു വണ്ടിക്ക് കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വലതുവശത്തേക്കുള്ള ഒടിവ് വളരെ കുറയും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഈ ഭാഗമാണെങ്കിലും വലിയൊരു കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഇത് പറ്റ വീക്കാണ്. ഈ പ്ലാറ്റ്ഫോം പറ്റ വീക്കാണ്. ഇത് അത്യാവശ്യം നല്ലോണം കുഴിഞ്ഞിട്ടുമുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തുരുമ്പുണ്ട്. ഏതാണ്ട് ഈ പ്ലാറ്റ്ഫോം ഒരു മാറ്റേണ്ട ഒരവസ്ഥയിൽ തന്നെയാണുള്ളത്. അതിപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണുള്ളത്. അപ്പം ഇതും ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ നമ്മൾ മുന്നിൽ നിന്ന് കണ്ട പോലെ തന്നെ ഇവിടെ ഈ ബോഡീൻ്റെ ഈ ലൈനുകൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല, എവിടെയും പൊട്ടിയിട്ടതായിട്ടൊന്നും കാണാനില്ല. അതെല്ലാം നല്ല ഫിനിഷിങ് തന്നെയാണുള്ളത്. ഇപ്പോൾ ഏറ്റവും ബാക്കിൽ വരുമ്പം നമുക്ക് ബോഡി നോക്കാം. ബോഡീൻ്റെ ഈ ഒരു ലൈനുകൾക്കൊന്നും ഉള്ളിലും വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പ് കാണുന്നുണ്ട്, പുട്ടിയിട്ട് ക്ലിയർ ആക്കി എടുത്ത പോലെ ഉണ്ട്. അതായത് ഈ സീറ്റിൻ്റെ ഈ കമ്പി വന്ന് അമർന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ സംശയം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം തുരുമ്പ് കാണുന്നുണ്ട്. ഒക്കെ പുട്ടിയിട്ട് വെച്ചത് നമുക്ക് കാണാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുറത്ത് ആ സൈഡിൽ പൊട്ടിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഈ സൈഡിൽ കൂടെ എല്ലാം നമുക്ക് പൊട്ടി കാണാം. അല്ലാതെ ബാക്കിലെ ഈ പ്ലാറ്റ്ഫോമിന് വലിയൊരു പ്രശ്നങ്ങൾ കാണുന്നില്ല. എൻജിൻ റൂമിൻ്റെ ഡോറായാലും വലിയ പ്രശ്നം കാണിക്കുന്നില്ല. പുറത്ത് കാണിച്ച അതേ പ്രശ്നം ഈ സൈഡിൽ കൂടെ നമുക്ക് പൊട്ടി കാണുന്നുണ്ട്. അപ്പം ഇതും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് സീറ്റും ഇൻറ്റീരിയറും ഒക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു സീറ്റാണ്. ഈ സീറ്റ് കവറിൻ്റെ ഉള്ളിൽ കുറച്ച് കരിമ്പൻ കയറിപ്പോയിട്ടുണ്ട്. അത് ഈ കവർ അടിച്ചുകൊണ്ടാണ്. ആ ഒരു പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ പൊട്ടലോ കീറലോ ഒന്നും ഈ സീറ്റിന് കാണാനില്ല. അത്യാവശ്യം നല്ലൊരു സീറ്റ് തന്നെയാണ്. ഇനി ഫ്രണ്ടത്തെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇൻറ്റീരിയറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പഴക്കത്തിൻ്റെ ഒരു മങ്ങൽ ആ തുണിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ കീറലും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇനി ബാക്കിലോട്ട് വരുമ്പം ഇതിൽ അത്യാവശ്യം നല്ല ഒരു സീറ്റാണുള്ളത്. നല്ല ഹൈറ്റായിട്ടുള്ള ഒരു സീറ്റുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും വലിയൊരു മോശമൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഇൻറ്റീരിയർ കാണാം. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തായാലും ഈ വണ്ടിക്ക് വലിയൊരു മോശം പറയാനില്ല എന്ന് തന്നെ പറയാം. പിന്നെ വുഡിൻ്റെ കാര്യത്തിലും ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ വണ്ടിൻ്റെ വുഡ് അത്ര നല്ലൊരു വുഡല്ല, കുറച്ച് മോശമാണ്. ഇതിൻ്റെ മേലെയൊക്കെ കുറച്ച് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ, സൈഡിലൊക്കെ നല്ലോണം സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വുഡ് കുറച്ച് നല്ല അത്യാവശ്യം നല്ല മോശം തന്നെയാണിത്. ഇത് കണ്ടില്ല, എല്ലാ സ്ഥലത്തും കുറച്ച് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് മേലെയൊക്കെ വുഡൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക എല്ലാ ഭാഗവും. ഇത് കണ്ടില്ലേ, ഇതിന് ഈ സൈഡിൽ കൂടെ എല്ലാം അത്യാവശ്യം ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ ഈ വാട്ടർ ചാനലുണ്ട്. ആ വാട്ടർ ചാനൽ വെച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് വുഡ് ഈ അടിഭാഗമൊക്കെ അത്യാവശ്യം കീറിയിട്ടുമുണ്ട്. അത് അപ്പർ സൈഡിലും അതുപോലെ തന്നെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ സൈഡൊക്കെ വുഡ് ഒന്ന് കുറച്ച് വീക്കായിട്ടാണുള്ളത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ വുഡിൻ്റെ കുറച്ച് പൊട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു വുഡിൻ്റെ കാര്യത്തിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എൻജിൻ പരമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. വണ്ടി തീരെ മോശം, കഴുകിയിട്ടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എൻജിൻ നല്ല വൃത്തിയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരു പക്ഷേ അത് എൻജിൻ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ട്, ഓവറായിട്ടുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. പിന്നെ നോക്കേണ്ടത് മൊത്തത്തിൽ ഈ ഒരു എൻജിനൊരു കവർ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ആ കവറിലേക്ക് വല്ലാതെ ഓയിൽ ലീക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എതിലെയാണ് ലീക്ക് വരുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ കേസിനോ അല്ലെങ്കിൽ എൻജിൻ കേസിനോ അങ്ങനെ എന്തെങ്കിലും പൊട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് വല്ലാതെ പൈസ പോകുന്ന ഒരു കേസ് കേട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഓയിൽ ലീക്ക് വരുമ്പം ഈ ആപ്പേനെ സംബന്ധിച്ചിടത്തോളം ഓയിൽ ലീക്കുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് ഈ റിവേഴ്സിൻ്റെ അതിലെ ചെറിയൊരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സലിൻ്റെ അതിലും ചെറിയൊരു ലീക്ക് കാണുന്നുണ്ട്. ആപ്പ ഓട്ടോനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ലീക്കുകളൊക്കെ എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ഓയിൽ ലീക്ക് വന്നിട്ട് ഈ കൊട്ടയ്ക്കകത്ത് ഓവറായിട്ട് ഓയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് എതിലേ വരുന്നതെന്നൊന്ന് കൺഫേം ചെയ്യുക. പിന്നെ ഈ പമ്പിൻ്റെ അതിലെ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ ലീക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ലിഫ്റ്റ് പമ്പിൻ്റെ ഈ ഭാഗത്ത് കൂടെ ലീക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആ ഭാഗങ്ങൾക്ക് ലീക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ സിലിണ്ടർ വീക്ക് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ലീക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ആക്സിലേറ്റർ കേബിൾ കെട്ടുന്ന ആ ഒരു ഭാഗം കണ്ടില്ലേ, അവിടെ ലീക്ക് ഉണ്ടോ നോക്കുക. അവിടെ ഒരുമാതിരി എല്ലാ വണ്ടിക്കും തന്നെ ലീക്ക് ഒരു ചെറിയ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അത് ഓവറായിട്ടുണ്ടോ നോക്കുക. ഓവറായിട്ട് ഒലിച്ചിറങ്ങിയിട്ട്
നമുക്ക് താഴേക്ക് ഉറ്റുന്ന ഒരു രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ചെലവ് കൂടും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ആ ലീക്ക് വലിയൊരു പ്രശ്നമുള്ളൊരു ലീക്കല്ല. പക്ഷേ ആ ലീക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ലീക്ക് നമുക്ക് മാറ്റാൻ കുറച്ച് പൈസ മുടക്ക് വരും. കാരണം എൻജിൻ ഇറക്കിയിട്ട് വേണ്ടി വരും ആ ലീക്ക് മാറ്റാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓവറായിട്ട് ആ ലീക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. അല്ലാണ്ട് ചെറിയ രീതിയിൽ അവിടെ കോയിൽ കനിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാക്കേണ്ടതില്ല. നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ബോഡി വുഡും എൻജിൻ ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി പോകുമല്ലോ. അതിന് മുന്നേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓയിൽ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എൻജിൻ ഓയിൽ നോക്കുക, അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ഒന്ന് നോക്കുക. ഇത് കൂടുതലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടോ, ഇനി തീരെ കുറവാണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കുക. വണ്ടീൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയുണ്ട്, പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക. പിന്നെ ഓടിക്കുമ്പോൾ വണ്ടീൻ്റെ വലി പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിക്ക് വലി കുറവ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോക്കണം പുക കൂടുതലുണ്ടോ എന്ന്. പുക കൂടുതലുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് സിലിണ്ടർ വീക്ക് ആയതുകൊണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒച്ചപ്പാട് ബഹളവും കൂടുതലായിട്ട് വണ്ടിക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കാതെ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും. അതുകൊണ്ട് നന്നായിട്ട് ആപ്പേനെ പറ്റി അറിയുന്ന ഒരാളെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ വണ്ടി നോക്കാൻ പോകാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ല ഗട്ടറുള്ള റോഡിൽ കൂടെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. ഷോക്കിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട്, ഇനിയിപ്പോൾ സ്പ്രിങ് ഉള്ള വണ്ടിയാണോ, സ്പ്രിങ് പൊട്ടിയിട്ടുണ്ടോ, സ്പ്രിങ് ഒക്കെ നല്ലോണം അമിങ്ങി പോയിട്ടുണ്ടോ, നമ്മൾ പെട്ടെന്ന് മാറ്റേണ്ടതായിട്ട് വരുമോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ സ്പ്രിങ് ഒക്കെ പറ്റ വീക്കായിരുന്നു. ഞാൻ രണ്ടാമത് മാറ്റി വെക്കുകയാണ് ചെയ്തത്. സ്പ്രിങ്ങും ഷോക്കും എല്ലാം കൂടെ മാറ്റിയപ്പോൾ തന്നെ എനിക്കൊരു 3000 രൂപേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ വീക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് വണ്ടി എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടിക്ക് വില പറയാൻ. ഇപ്പോൾ ഓടിച്ചു നോക്കിയിട്ട് ഇത്രയും പ്രശ്നമുണ്ട് ഈ വണ്ടിക്ക്, ഇത്രയും രൂപ ഇതിനകത്ത് നിന്ന് കുറച്ച് തരണം എന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ അതിനകത്തുനിന്നൊരു ചെറിയ വിട്ടുവീഴ്ച എന്തായാലും ഒരു വണ്ടീൻ്റെ ഉടമ, ഒരു കച്ചവടക്കാരനാണെങ്കിലും ശരി, ആരായാലും ശരി, നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്തു തരും. നമ്മൾ ഇത്ര പ്രശ്നങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ചെയ്തു തരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് എടുക്കുക. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ വണ്ടിക്ക് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് ഒരു വണ്ടി കിട്ടില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് നോക്കുക. എന്നിട്ട് അതിന് ഒരു വിലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് ഏതാണ് ഇപ്പോൾ ബോഡി നല്ലതാകുമ്പോൾ ചിലപ്പോൾ എൻജിൻ മോശമായിരിക്കും, എൻജിൻ നല്ലതാകുമ്പോൾ ബോഡി മോശമായിരിക്കും. ഇപ്പോൾ എൻജിൻ പണി ഫുള്ളായിട്ട് എടുക്കണമെങ്കിലും ബോഡി പണി നമ്മൾ എന്തെങ്കിലും എടുക്കണമെങ്കിലും എല്ലാം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ, നമ്മൾ നോക്കുന്ന വണ്ടി നമുക്ക് വില കൊണ്ടൊക്കും എന്ന് തോന്നുവാണെങ്കിൽ അത് വണ്ടി നമ്മൾ എടുക്കുക. എന്നിട്ട് ചില്ലറ പൈസ എന്തായാലും ഏത് വണ്ടി എടുത്താലും നമ്മൾ മുടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻജിൻ പറ്റ വീക്കാണ്, പക്ഷേ ബോഡി പക്ക നല്ല ബോഡിയാണെന്നുണ്ടെങ്കിൽ ആ എൻജിൻ്റെ പണി നമുക്ക് എടുപ്പിക്കാം എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ വിലയിൽ ചെറിയൊരു വിട്ടുവീഴ്ച വരുത്തിയിട്ട് വണ്ടി കിട്ടുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി നമുക്ക് എടുക്കാം. ഇനി അതല്ല ബോഡി ഇപ്പോൾ കുറച്ച് വീക്കാണ്, നമുക്ക് പണി എടുപ്പിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ എൻജിൻ്റെ ഭാഗം ക്ലിയർ ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ വണ്ടി എടുക്കാം. കാരണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുക്കുന്നത്. എന്തായാലും കുറച്ച് പൈസ നമ്മൾ മുടക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം മൊത്തത്തിൽ ഈ വണ്ടീൻ്റെ വിലയൊന്ന് താരതമ്യം ചെയ്യുക. നമുക്ക് ഈ വിലയ്ക്ക് ഈ വണ്ടി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഉചിതമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വണ്ടി എടുക്കാം. അല്ലാതെ ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ടൊരു വണ്ടി നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതാരും കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി അത് കൊടുത്താൽ തന്നെ ഭയങ്കര വിലയായിരിക്കും. ഇപ്പോൾ 2010 മോഡലിന് ഒരു 75-80 രൂപ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നല്ല A to Z നല്ലൊരു വണ്ടിയാണ്, നല്ല പണിയൊക്കെ എടുത്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1.10, 1.15 ഇല്ലാണ്ട് ആ വണ്ടി കൊടുക്കില്ല. അത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് അതിന് പറ്റിയ വിലയാണോ ഈ വണ്ടിക്കുള്ളതെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആ വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വണ്ടീൻ്റെ കണ്ടീഷൻ നന്നാവുന്നതിനനുസരിച്ച് വണ്ടിക്ക് വില കൂടിക്കൊണ്ടിരിക്കും. വണ്ടീൻ്റെ കണ്ടീഷൻ മോശമാവുന്നതിനനുസരിച്ച് വണ്ടീൻ്റെ വിലയും കുറയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നോക്കുക. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് നമുക്ക് കിട്ടേണ്ടത്, മോഡൽ വലിയൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വില കൂടിയിട്ട് എടുക്കാം. കാരണം പിന്നെ നമുക്കതിലൊരു പണിയും എടുക്കേണ്ടി വരില്ല. ഒരു 10-20 രൂപ എക്സ്ട്രാ കൂടുതലിട്ടിട്ട് നമുക്ക് എടുക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ കുറവാണ്, ഇപ്പോൾ തൽക്കാലം എനിക്കൊരു വണ്ടി, അത്യാവശ്യം ഓടാൻ പറ്റുന്ന ഒരു വണ്ടി വേണം, അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ആ വണ്ടി എടുത്ത് ഓടിയിട്ട് മെല്ലെ മെല്ലെ കുറച്ച് പണികൾ എടുപ്പിക്കാം എന്നാണെങ്കിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും കാര്യമാക്കാതെ നമുക്ക് റണ്ണിങ് കണ്ടീഷനിലാണോ, അത്യാവശ്യം ആളെയും കൊണ്ട് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വണ്ടിയും നിങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.